ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കണ്ണനുള്ള ടിഫിൻ ഞാൻ ബോക്സിലല്ല കൊടുത്തേക്കുന്നത്, ഇലയിലാണ്. അപ്പോൾ എങ്ങനെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് പൊതിച്ചോറാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചോറ് ഇലയിൽ പൊതിഞ്ഞത് മാത്രമേ ഉള്ളൂ, വിഭവങ്ങൾ വളരെ കുറവാണുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വെച്ചത്. അതിന് വേണ്ടി ആദ്യം തന്നെ ചോറിന് വെള്ളം വെച്ചു. അപ്പുറത്തെ സൈഡിൽ ചുക്കുവെള്ളത്തിനും ചായക്കും കൂടെ വെച്ചതാണ്. വെള്ളം തിളച്ചപ്പോഴേക്കും അരി കഴുകിയിട്ട് അതിലിട്ട് കൊടുത്തു. നന്നായി ഇളക്കിയതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് അടുത്ത വർക്കിലേക്ക് പോവുകയാണ്. ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. ശേഷം ചൂടുവെള്ളം കൊണ്ട് അത് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ്. അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റാണ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ തന്നെ അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കർ കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഇടയിൽ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ഞാൻ രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ ഒരു കോഫിയാണ് കഴിക്കാറുള്ളത്. ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുള്ള ഒരു കോഫി കഴിക്കും. മധുരമൊന്നും ഇടാതെയാണ് കഴിക്കുക. അത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. ഇത് അവനുള്ള ചുക്കള്ളം കൂടിയാണ്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെയാണ് കൊടുത്തേക്കാറുള്ളത്. പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ്. ഇന്ന് ഒരു ഒറ്റ കറി വയ്ക്കാനുള്ള ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒക്കെ ഇന്ന് ചിക്കൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല നീറ്റാക്കി എടുത്തു. അതിനുശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഒരു ഇഞ്ചി ഇല്ല കേട്ടോ ഒന്ന് കറിയിൽ. അപ്പോൾ ഇഞ്ചീൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരിക്കും കറിക്ക്. പക്ഷെ കണ്ണന് എരിവൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ടേസ്റ്റ് ചോയും അവനിഷ്ടമല്ല. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് നല്ല വഴറ്റിയെടുക്കാം. അപ്പം ഞാനിന്ന് കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കണില്ല, നമുക്ക് സമയമില്ല. രാവിലെ എനിക്കും പോകാനുള്ളതാണല്ലോ, അപ്പം ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കി. ഇന്ന് പച്ചക്കായയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കായ ചെറുതായി അരിഞ്ഞു. അതിനിടയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവന് ചിക്കൻ പൊരിച്ചത് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. റെഡി ആയിട്ടില്ല, നല്ലൊന്ന് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് അടച്ച് ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. വറവിട്ടു, അതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പേരി സെറ്റായല്ലോ. അത് വാങ്ങി വെച്ചു. ഇനി ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുകയാണ്, ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചിക്കനും കൂടെ പൊരിച്ചെടുക്കും. ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കാറുള്ളത്. അതാവുമ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ മാത്രമല്ല മസാലകളൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ടാണ് എടുത്ത് പൊരിക്കാറുള്ളത്, കണ്ണൻ കഴിക്കാൻ ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിക്കൻ കറി വെന്തോന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു. ഒപ്പം തന്നെ എന്ത് ചെയ്തു, ചപ്പാത്തിക്കുള്ള മാവ് അത് പരത്തിയെടുക്കുകയാണ്. കണ്ണന് രാവിലത്തെ ഫുഡിൽ ഏറ്റവും ഇഷ്ടം ചപ്പാത്തിയും ദോശയാണ്. അധികവും ദോശയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. പക്ഷേ അവന് ചപ്പാത്തി ഇഷ്ടമാണ്. രാവിലെ സമയം ഉണ്ടാവാത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, അത് അടച്ച് മാറ്റി വെച്ചു. ഒപ്പം എന്ത് ചെയ്തു, ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി ആവുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലും അവൻ ചപ്പാത്തി കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ
ചപ്പാത്തി റെഡിയായി. അവസാനത്തതാണ്. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. സിങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. എന്നിട്ട് ഇനി വേണ്ടത് കണ്ണനുള്ള ചായ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കണ്ണന് രാവിലെ ചിക്കൻ കറി തന്നെയാണ് ചപ്പാത്തിയിലേക്കും. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഇന്ന് ചായ ഇല്ല അവന്, ഇന്ന് ചൂടുവെള്ളമാണ് കൊടുത്തത് രാവിലെ. ഇനി ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരില മുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴുകാം. ഇത് കിച്ചൺ ഡ്യൂട്ടി മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ജോലികളും ചെയ്തത്. കണ്ണൻ്റെ യൂണിഫോം അയൺ ചെയ്യൽ, അലക്കൽ, അടിച്ചു വാരൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ തന്നെ കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാമിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പണികൾ പെട്ടെന്ന് തീർക്കും രാവിലെ പോകാനുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞു നല്ല ഇല തുടച്ചെടുത്തു. ഇനി അത് ഇവിടെ അടുപ്പൊന്നുമില്ല, ഗ്യാസിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇല വാട്ടിയെടുക്കുന്നത്. അപ്പോഴേക്ക് കണ്ണൻ വന്നു, അമ്മ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി അവനാണ് വീഡിയോ എടുത്തത്. ഇന്ന് എല്ലാം ഉപ്പേരിയും കറിയും എല്ലാം ഞാൻ അവന് ചോറിൽ തന്നെയാണ് കൊടുക്കുന്നത്, ഇലയിലായതുകൊണ്ട്. വേറൊരു പാത്രത്തിൽ എടുക്കണ്ടെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ചോറിന് മുകളിലേക്കായിട്ട് ഞാൻ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുകയാണ്. സൈഡിൽ ചിക്കൻ പൊരിച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ അവൻ ചപ്പാത്തിയിലേക്കും ചിക്കൻ പൊരിച്ചതെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് ഓംലേറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഉപ്പേരിയാണുള്ളത്, ഉപ്പേരി കൂടി സൈഡിൽ കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് നന്നായിട്ട് ഇത് പൊതിഞ്ഞെടുക്കണം. നമ്മളങ്ങനെ പൊതിച്ചോറൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഇത് പൊതിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ വൃത്തിയായിട്ട് പൊതിഞ്ഞു. ഇതിലേക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പക്ഷേ കണ്ണന് ചമ്മന്തി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അരയ്ക്കാതിരുന്നത്. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അത് സെറ്റാക്കി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് എവിടെയെങ്കിലും കിറ്റിൽ കൊഴിഞ്ഞു പോയല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അവനിന്ന് ഫ്രൂട്ട്സാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സാണ് ഇന്ന് സ്നാക്സിൽ വെച്ചത്. അതിൻ്റെ ഇടയിൽ തന്നെ അവനൊന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ. പിന്നെ അവൻ്റെ ബോട്ടിൽ വെള്ളമാക്കി ശേഷം ഇനി എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ ആക്കുന്നത് പാത്രത്തിൽ. ഉപ്പേരി സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ്, സ്റ്റാഫ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പം ഉപ്പേരി കറികളൊക്കെ കുറച്ചധികം എടുക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്, ഒരു വൈബാണ് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി കറിയും കൂടി ആക്കിയാൽ അപ്പോൾ കറി ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടാറില്ല അധികം. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോവുക ചെയ്യുക. എന്നിട്ട് ഓഫീസിലെത്തിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയും ചപ്പാത്തി എടുക്കുകയാണ്. 2 പാത്രത്തിലാക്കാൻ മടിച്ചിട്ട് ഒരേ പാത്രത്തിൽ തന്നെ എടുക്കുകയാണ്. അപ്പം ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ണൻ്റെ പൊതിച്ചോറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ പിന്നെ വരാം. ഓക്കെ, താങ്ക് യു.